കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. 73 സങ്കീർത്തനം 25 വാക്യം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. ആഗ്രഹത്തിനനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത്. ആഗ്രഹവും സ്വഭാവവും പരസ്പരം ബന്ധമുള്ളതാണ്. സദൃശവാക്യങ്ങൾ 11:23. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. 13:2 വാക്യം. ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. ഒരുവൻ എന്താഗ്രഹിക്കുന്നുവോ അതായിരിക്കും അവൻ്റെ ജീവിത വീക്ഷണം. വികലമായ ആഗ്രഹം ജീവിതത്തെ വികൃതമാക്കുമ്പോൾ വിശുദ്ധമായ ആഗ്രഹം ജീവിതത്തെ അലങ്കരിപ്പാനിടയാകും. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ശ്രേഷ്ഠമായ ആഗ്രഹങ്ങൾ. 19 സങ്കീർത്തനം 10 വാക്യം. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കത്. ദൈവവചനവും ആജ്ഞയും പോലെ മഹത്തമായ വേറൊന്നില്ല. 27 സങ്കീർത്തനം 4 വാക്യം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമന്ദിരത്തിൽ സമയം ചെലവഴിച്ച് ദൈവമഹത്വം കാണണമെന്നുള്ളത് എത്ര അനുഗ്രഹപ്രദമാണ്. ലൂക്കോസ് വിശേഷം 22 15 വാക്യം. ഞാൻ കഷ്ടം അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും ഒത്തുള്ള കൂട്ടായ്മയ്ക്ക് നൽകിയ പ്രാധാന്യം ഇതിലൂടെ ഗ്രഹിക്കുവാൻ കഴിയും. 1 പത്രോസ് 1 12 വാക്യം. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗത്തിൻ്റെ തന്നെ ആഗ്രഹമായിരുന്നു. ശ്രേഷ്ഠമായ ആഗ്രഹങ്ങളുള്ളവരായി ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല ആഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന് അതിനനുസരിച്ച് ജീവിപ്പാൻ കൃപ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.